My architecture is not an invention. I'm trying to discover something. എൻ്റെ ഡിസൈൻ നമ്മളത് സൈറ്റിലേക്ക് അന്വേഷിച്ചെത്തി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് അവിടെ തന്നെ ഉണ്ട്, നമ്മളത് കണ്ടെത്തുകയാണ്. ഡിസൈൻ പ്രോസസ്സിൻ്റെ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ റൂട്ട് ശരിയാണെന്ന്. ആ മനസ്സിലാവുന്ന സമയത്ത് ഉള്ളിലൊരു നമുക്കൊരു ഫീൽ ഉണ്ടാവും. ആ ഫീലിന് മനസ്സിലാവും എൻ്റെ പാത്ത് റൈറ്റ് ആണെന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കണ്ടെത്തുകയാണ് ഡിസൈൻ സൊല്യൂഷൻ എന്നുള്ളത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരു ചെറിയ വീട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബോണ്ടഡ് ആയിട്ടാണ് ജീവിക്കുക. ഒരു വലിയ വീടിന് നമ്മൾ ഓപ്പൺ സ്പേസസ് വെച്ച് കണക്ട് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ് ചെറിയ 2 റൂമുകളുള്ള വീട് താമസിക്കുന്നത്. ഒരു ഓടിട്ട വീടിന് സ്വാഭാവികമായി ആ കാലഘട്ടത്തിലൊന്നും നമ്മുടെ വാൾസ് ഒന്നും ലിൻഡൽ ലെവലിന് അപ്പുറത്തോട്ടൊന്നും പോവില്ല. എല്ലാം 220 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. എൻ്റെ വീട് അങ്ങനെയായിരുന്നു. 220 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഇൻറ്റേർണൽ വാൾസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതിനകത്ത് കോളം പ്ലേസ് ആയിട്ടാണ് റൂഫിംഗ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൂം ടു റൂം സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചെറുപ്പകാലത്ത്. അപ്പോൾ ഉണ്ടാവുന്ന ട്രസ്റ്റ്, അല്ലെങ്കിൽ അന്നുണ്ടാവുന്ന നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ്, അതാണ് ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഒരു 1.5 ഏക്കർ പ്ലോട്ടിനകത്ത് ഒരു വീട് ചെയ്യുന്ന സമയത്ത് കണക്ഷൻസ് എന്ന് പറയുന്നതൊക്കെ, ഓപ്പൺ ഹൗസസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് എക്സ്പാൻഡഡ് ആയിട്ട് കിടക്കുകയാണ്. ആ എക്സ്പാൻഡഡ് ആയിട്ട് കിടക്കുന്നതിന് എങ്ങനെ എല്ലാവരും തമ്മിലൊരു റിലേഷൻഷിപ്സ്, ഈ സിംഗിൾ ഐലൻഡായി ഒരു വീട് മാറാതിരിക്കുക എന്നുള്ളതാണ്. ആ ഐലൻഡായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഡിസൈനിൽ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഗ്രിഡ്. അതിന് ഡിസൈനിനെ കോമ്പാക്ട് ഗ്രിഡിലേക്കും ഡിസൈനിനെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയറിലേക്കും കൊണ്ടുവന്നു പ്ലാനിനെ. അപ്പോൾ എൻറ്റയർലി ഒരു സ്ക്വയറിലേക്ക് ഗ്രിഡ് പാറ്റേണിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കോമൺ ഒരു ഫാമിലി സ്പേസ് അല്ലെങ്കിൽ കോർട്ട്യാർഡ് സ്പേസ് പല ഏരിയാസിൽ നിന്നും കണക്റ്റഡ് ആവുന്നു. അങ്ങനെയാണ്. പിന്നെ ആക്സസിബിലിറ്റി, നമ്മളൊരു ഇൻറ്റേർണൽ സ്റ്റെയറും ഒരു എക്സ്റ്റേണൽ സ്റ്റെയറും വെച്ചിട്ട് ആക്സസിബിലിറ്റി ഈസിയാക്കി. അതാണ് ഒരു ഹാരിസ് റെസിഡൻസിൽ നമ്മൾ കണക്ഷൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റ്, കോൺടെക്സ്റ്റ് ആൻഡ് മൈ ഐഡിയോളജിയുടെ ഒരു കോമ്പിനേഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത് ഒന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി അയലത്തെ വീട്ടിലോട്ട് പോകുന്നു, അയലത്തെ വീട്ടിലോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വീട് നിങ്ങളുടെ വീട് എന്നുള്ളൊക്കെയുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ഇന്ന് കുറച്ചും കൂടിയൊക്കെ സെപ്പറേറ്റഡ്. കാരണം എല്ലാ നാടുകളും ഗ്രാമങ്ങളൊക്കെ സിറ്റി ആവുന്നു. കാരണം എസ്പെഷ്യലി കേരളത്തിൽ ഗ്രാമങ്ങളില്ല, ഒരു ഏർബൻ ഓർ സബർബൻ ഏരിയാസാണ് കൂടുതലുള്ളത്. അപ്പോൾ മതിലുകൾ വരുന്നുണ്ട്. മതിലുകൾ ഇല്ലാത്ത ഒരു വീടുകൾ ചിലപ്പോൾ പോസിബിൾ. പക്ഷേ ഇപ്പം സോളോ റൂഫ് ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 ഫാമിലീസെങ്കിലും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ആ വീട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ടടുത്ത് 2 ഫാമിലി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒരിക്കലും അവിടുത്തെ അങ്ങനെ ഒരു സോഷ്യൽ ഹാർമണി ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു കോർ ഐഡിയ അതിനകത്തുണ്ട്. ആ സോഷ്യൽ ഹാർമണിയുടെ വാല്യൂ എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് അതിൻ്റെ ചുറ്റുവരാന്ത. കാരണം തൊട്ടയലത്തെ വീട്ടിലെ ഒരു കുട്ടിക്ക് ആ വീട്ടിനകത്ത് കയറാതെ ആ വരാന്തക്കകത്തെങ്കിലും കയറിയിട്ട് സറൗണ്ടിങ് ചുറ്റും ഓടിയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും എന്നുള്ള സർക്കുലേഷൻ. ആക്ച്വലി ഈ വീട്ടിൽ നിന്നൊക്കെയുള്ള സർക്കുലേഷൻ, ഈ വരാന്ത ഇങ്ങനെ ഓടി തൊട്ടടുത്ത വീട്ടിലോട്ടൊക്കെ പോകുന്ന ഈ സർക്കുലേഷൻ നമ്മളവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ വീടിൻ്റെ പ്രൈവറ്റ് സ്പേസസ് ഇൻറ്റേർണലി അവിടെ ഉണ്ട്. പക്ഷേ ആ ചുറ്റുവരാന്ത എന്ന് പറയുന്ന ആ സോഷ്യൽ ഹാർമണി എൻഹാൻസ് ചെയ്യാൻ മാത്രമുള്ളതാവുമ്പോഴാണ് ആ ഹാർമണി പോകുമ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വാല്യൂ ഇല്ലാതാവുന്നത്. അപ്പോൾ ആ ചുറ്റുവരാന്ത എന്ന് പറയുന്നത് ആൻസർ ടു ക്ലൈമറ്റ് സിറ്റുവേഷൻ ആണ്. ആക്ച്വലി പ്രൊട്ടക്ഷൻ ഫ്രം സൺ ആൻഡ് റെയിൻ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഷെയ്ഡ് കൊടുത്താലും നമ്മൾ നന്നായിട്ട് ചാറ്റൽ മഴ എടുക്കും. ഈ സ്പേസിലും അത്യാവശ്യം നന്നായിട്ട് ചാറ്റൽ വരും. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഫങ്ഷൻ സ്പേസിലേക്ക് ചാറ്റൽ മഴ വരാതെയും ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ ആക്ടിവിറ്റി സോണിൻ്റെ ഔട്ടർ വാൾ, ആക്ടിവിറ്റി സോൺ എന്ന് വെച്ചാൽ മെയിൻ ഫങ്ഷണൽ സോണിൻ്റെ ഔട്ടർ വാളിലേക്ക് ഒരു ഡയറക്റ്റ് സൺലൈറ്റും ഉണ്ടാവില്ല, എസ്പെഷ്യലി വെസ്റ്റേൺ ആൻഡ് സദേൺ സൺ. അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൂൾ കാം അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ പേഴ്സണാലിറ്റി തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആർക്കിടെക്ചറിൽ ഇതാണ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ആർക്കിടെക്ചറിൽ ചെയ്യേണ്ടതെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഒരു സ്നേഹമാണല്ലോ വീട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ സൗന്ദര്യമുള്ള സ്പേസിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കേണ്ട ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്പേസ് കൂടി ആവണം. അതാണ് ത്രൂ ആർക്കിടെക്ചറിൽ കൂടെ ശ്രമിക്കുന്നത്.